വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം രൂപീകരിച്ച നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭയെ കുറിച്ചും ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷനെ കുറിച്ചും. അപ്പൊ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നമുക്ക് ഫസ്റ്റ് ഇലക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ പോളിസി, അങ്ങനെ കുറച്ചധികം ഭാഗങ്ങളുണ്ട്. അപ്പൊ അതൊരു ക്ലാസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലെ ഫസ്റ്റ് ക്ലാസ് നമുക്ക് ഏതാണ്? ഇന്ത്യയുടെ ഇലക്ഷനും അതുപോലെ തന്നെ ഫസ്റ്റ് മന്ത്രിസഭയാണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. 1947 ഓഗസ്റ്റ് 15-നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണേ? നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണ്. അപ്പൊ ആ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജവഹർലാൽ നെഹ്റു. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, രണ്ടും ആരെന്നെ? ജവഹർലാൽ നെഹ്റു തന്നെ. ഇനി അന്ന്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രൂപീകരിച്ച ആ മന്ത്രിസഭയില് ഇന്ന് ഇല്ലാതിരുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദവി ഉണ്ടായിരുന്നു. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഉപപ്രധാനമന്ത്രി പദവി കൂടാതെ ആഭ്യന്തരമന്ത്രി പദവിയും ആര് വഹിച്ചിട്ടുണ്ടായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ഒക്കെ ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1950 ഡിസംബർ 15-ന് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേല് അന്തരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം, അദ്ദേഹം അപ്പൊ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ മരണപ്പെട്ട ആദ്യത്തെ ആളാണ് അല്ലെ. കേന്ദ്രമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം മരിക്കുകയാണ്. മരിച്ചു കഴിയുമ്പോൾ ആ പോസ്റ്റിനൊരു അവിടെ വേക്കൻസി വരികയാണ്. അപ്പൊ അവിടെ ആരെങ്കിലും വരണ്ടേ? അങ്ങനെ വല്ലഭായ് പട്ടേലിന് ശേഷം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുന്നത് സി രാജഗോപാലാചാരിയാണ്. ആരാണ്? സി രാജഗോപാലാചാരിയാണ്. അത് ഓർക്കണം. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി നമുക്ക് അറിയുണ്ടാവും എല്ലാവർക്കും അല്ലെ, ഡോക്ടർ ബി ആർ അംബേദ്കർ. ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ. വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി. വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി. റെയിൽവേ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ റെയിൽവേ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി ജോൺ മത്തായി ട്ടോ. ഇനി ഇദ്ദേഹത്തിന് ജോൺ മത്തായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മലയാളിയാണ്. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ മലയാളി, കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ മലയാളി ജോൺ മത്തായി. ഇനി ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരെന്നെയാണ്? ജോൺ മത്തായി തന്നെയാണ്. അപ്പൊ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മത്തായി ആണ്. അപ്പൊ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ആദ്യമായിട്ട് മമതാ ബാനർജിയാണ്. റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത മമതാ ബാനർജി. ഇനി ഈ ജോൺ മത്തായിയെ കുറിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. നിലവിൽ വന്ന വർഷം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ചെയർമാൻ പദവിയിലിരുന്ന വ്യക്തിയും ജോൺ മത്തായി തന്നെയാണ്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ പദവിയിലിരുന്നത് ആരാണ്? ജോൺ മത്തായി ആണ്. ഇനി അടുത്തത് നമ്മുടെ ധനകാര്യമന്ത്രിയിലേക്ക് വരിക. നമ്മുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. അദ്ദേഹം കൊച്ചിയിലെ ദിവാൻ പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പൊ കൊച്ചിയിലെ ദിവാൻ പദവിയിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് ആര്? ജോൺ മത്തായി. ഓർക്കുക. ഇനി നമ്മള് ധനകാര്യമന്ത്രി ആവുമ്പോ ബഡ്ജറ്റ് അവതരിപ്പിക്കുക ആരാണ്? ധനകാര്യമന്ത്രിയാണ് അല്ലെ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും ആരെന്നെയാണ്? ആർ കെ ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു ബഡ്ജറ്റ്, റെയിൽവേ ബഡ്ജറ്റ് ആണെങ്കിൽ ജോൺ മത്തായി, പൊതു ബഡ്ജറ്റ് ആണെങ്കിൽ ആരാണ്? ആർ കെ ഷൺമുഖം ചെട്ടി. ഇനി കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ മന്ത്രിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാലും ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതും ആരെന്നെയാണ്? ആർ കെ ഷൺമുഖം ചെട്ടി തന്നെയാണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചു, ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ജോൺ മത്തായി, ആദ്യത്തെ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആർ കെ ഷൺമുഖം ചെട്ടി. ഇനി ചോദിക്കുകയാണ്, റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്?
റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിക്കാച്ചാ അപ്പൊ നമ്മൾ ജോൺ മത്തായിയുടെ പേര് പറയണം കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യമാണ്, വളരെ ഭംഗിയായിട്ട് അത് പഠിച്ചു വെക്കുക തന്നെ വേണം. റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് ജോൺ മത്തായി, ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് ജോൺ മത്തായി, ആദ്യ പൊതു ബഡ്ജറ്റ് RK ഷൺമുഖം ചെട്ടി. ക്ലിയർ ആയില്ലേ? അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് പറയൂ? അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മള് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ സ്ഥാപിച്ചത് രാജ്കുമാരി അമൃത് കൗർ ആണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ സ്ഥാപിച്ചത് രാജ്കുമാരി അമൃത് കൗർ ആണ് കേട്ടോ. ഇനി നമ്മുടെ പ്രതിരോധ മന്ത്രി ആരാണ്? ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി മന്ത്രി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കൃഷി മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി തൊഴിൽ വകുപ്പ് മന്ത്രി ജഗജീവൻ റാം. തൊഴിൽ വകുപ്പ് മന്ത്രി ജഗജീവൻ റാം. ഒന്നുകൂടെ ഞാൻ ആദ്യം തൊട്ട് പറയാണ്. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി, അതുപോലെ ആദ്യ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപപ്രധാനമന്ത്രി, ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന് ശേഷം മരണശേഷം ആര് വന്നു? സി രാജഗോപാലാചാരി. നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ, വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി, റെയിൽവേ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി ജോൺ മത്തായി, ധനകാര്യമന്ത്രി RK ഷൺമുഖം ചെട്ടി, വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ്, ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ, പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്, കൃഷി മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, തൊഴിൽ വകുപ്പ് ആരാണ്? ജഗജീവൻ റാം. അങ്ങനെ നമ്മൾ ഒരു താൽക്കാലിക മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയി. പക്ഷേ താൽക്കാലിക മന്ത്രിസഭ പറ്റില്ലല്ലോ, നമ്മള് ഒരു എന്താണ് ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എന്ത് നടത്തണം? ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടത്തണം. അപ്പൊ അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വെല്ലുവിളികളിൽ ഒന്ന് അഭയാർത്ഥികളുടെ പ്രശ്നം വലിയൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് നടത്താന്നുള്ളത്. കാരണം അന്ന് ഇന്ത്യയിൽ ഏകദേശം 17 കോടി ജനങ്ങളുണ്ട്. അതിലാകെ കൂടെ 15% ആൾക്കാർക്ക് എന്തുള്ളൂ? സാക്ഷരതയുള്ളൂ. കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നപ്പോ അത്യാവശ്യം സമ്പത്തുള്ള ആൾക്കാർക്ക് മാത്രമാണ് വിദ്യാഭ്യാസം പറഞ്ഞിരുന്നുള്ളൂ. അപ്പൊ ആ വിദ്യാഭ്യാസം നമ്മള് ബ്രിട്ടീഷുകാരുടെ കീഴിൽ കുറച്ചു പേര് മാത്രം ഒരു വിദ്യാസമ്പന്നരായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെ ഇടയിൽ നിന്നൊക്കെ ഒരു എലക്ഷൻ, പിന്നെ ഒരു എലക്ഷൻ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്രമാത്രം ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ വേണമെന്ന് ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രോസസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു എലക്ഷൻ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി ആയിരുന്നു നമുക്ക്. അങ്ങനെ എലക്ഷൻ നടത്താൻ നമുക്ക് എന്ത് വേണം? ഒരു എലക്ഷൻ കമ്മീഷൻ വേണ്ടേ? അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ 1950 ജാനുവരി 25 ഒരു എലക്ഷൻ കമ്മീഷനെ രൂപീകരിക്കുകയാണ്. ആ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലല്ലേ നമുക്ക് ഇലക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ആ 1950 ജാനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഈ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ജാനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്, അത് ഓർക്കണം കേട്ടോ. ഇനി അത് കൂടാണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാന്നുള്ളതാണ്. സുകുമാർ സെൻ ആണ് നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അന്ന് ഏകാംഗ കമ്മീഷനായിരുന്നു, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഇലക്ഷൻ കമ്മീഷനിൽ. ഇന്നാണെങ്കിൽ 3 പേരുണ്ട്, ഒരു ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും വേറെ ഉണ്ട് ഇല്ലേ. അപ്പോ ഇവിടെ ഇന്ന് 3 പേരുള്ളത് അന്ന് ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു. അപ്പൊ സുകുമാർ സെൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻ വളരെ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി വിജയിച്ചത്. കുറച്ചധികം സമയം, അതായത് ഒരു 6 മാസത്തോളം ഒക്കെ നീണ്ടു നിന്നിട്ടുള്ള വലിയൊരു പ്രോസസ്സായിരുന്നു ആദ്യത്തെ ഇലക്ഷൻ. എങ്കിലും അദ്ദേഹത്തിന് കുറേയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഒരു പ്രാവശ്യം ഡേറ്റ് തീരുമാനിച്ചു, പിന്നെ നീട്ടി, അങ്ങനെ 2 ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇലക്ഷൻ അദ്ദേഹം 1951 ഒക്ടോബർ 25 തുടങ്ങി 1952 ഫെബ്രുവരി 21 അവസാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കീഴിലെ ഇലക്ഷൻ കമ്മീഷന് കീഴിലുള്ള ഇലക്ഷൻ 51 ഒക്ടോബർ 25 തുടങ്ങി 52 ഫെബ്രുവരി 21 വരെ. ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ ഇലക്ഷൻ എപ്പോഴാണ് നടന്നത്? 1951, 52 കാലഘട്ടത്തിലാണ് നടന്നത്. അങ്ങനെ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ നടന്നപ്പോൾ ആദ്യത്തെ വോട്ടർ നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലെ ശ്യാം ചരൺ നേഗി എന്ന് പറയുന്ന ആളാണ്. നമ്മുടെ ഫസ്റ്റ് വോട്ടറുടെ പേരാ പറയണേ, ശ്യാം
ചരൺ നേഗി. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് കേട്ടോ. ഇനി അപ്പോ ലോക്സഭയിലേക്ക് 489 സീറ്റിലേക്കാണ്, ലോക്സഭാ സീറ്റിലേക്കാണ് മത്സരം നടക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ മാത്രമല്ല, സംസ്ഥാന ഇപ്പൊക്കെ ആണെങ്കിൽ വേറെ വേറെ നടത്തണം അല്ലെ. അപ്പൊ ലോക്സഭാ ഇലക്ഷനും സംസ്ഥാന അസംബ്ലി ഇലക്ഷനും ഒക്കെ കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ കൂടി ലോക്സഭാ ഇലക്ഷൻ 489 സീറ്റിലേക്ക് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ 364 സീറ്റും നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയാവാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വിജയം നേടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 364 സീറ്റ് കിട്ടി. അതിന്റെ ഒപ്പോസിഷൻ ആയിട്ട് നിന്ന മെയിൻ പാർട്ടി എന്ന് പറയുന്നത് CPI ആയിരുന്നു കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അന്ന് CPIM ഒന്നുമില്ല, CPI മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് 16 സീറ്റ് നേടാനേ സാധിച്ചുള്ളൂ. എത്ര സീറ്റ്? 16 സീറ്റ് നേടാനേ സാധിച്ചുള്ളൂ. അവരായിരുന്നു ഏറ്റവും വലിയ എതിർകക്ഷി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി കോൺഗ്രസിന്റെ അവിടെ ആ ഒരു ജനപിന്തുണ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഓപ്പോസിഷൻ പാർട്ടി CPI ആണ്, 16 സീറ്റാണ്. അതിന്റെ ലീഡർ 1970 ശേഷമാണ് ഒരു ലീഡർ, ഓപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയൊക്കെ വന്നത്. പക്ഷെ അന്നത്തെ CPIയുടെ ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AKG ആണ് കേട്ടോ. നമ്മൾ ഉത്തരം പറയേണ്ടത് ഏതാണ്? AKG ആണ് പറയേണ്ടത് കേട്ടോ. അപ്പോ ആദ്യത്തെ ലോക്സഭ ഇലക്ഷൻ ഒക്കെ ഭംഗിയായിട്ട് 51-52 കാലഘട്ടത്തിൽ നടന്നു. ആദ്യ ലോക്സഭാ സ്പീക്കറായിട്ട് GV മാവലങ്കാർ വരികയും ചെയ്തു. ഫസ്റ്റ് ലോക്സഭാ സ്പീക്കർ GV മാവലങ്കാർ കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ഇലക്ഷനെ കുറിച്ചും ആദ്യ മന്ത്രിസഭയെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരു ധാരണയായി എന്ന് വിചാരിക്കണം. ക്ലാസ് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.